അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. റബ്ബേ സർവശക്ത, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? റബ്ബാ വലിയവനെ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ? എൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറുന്നില്ലല്ലോ റബ്ബേ, എൻ്റെ കടങ്ങളൊന്നും മാറുന്നില്ലല്ലോ റബ്ബേ. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? എല്ലാത്തിനും തടസ്സമാണല്ലോ റബ്ബേ. എനിക്ക് സാമ്പത്തികമായി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ. ഇതൊന്നും മാറുന്നില്ലല്ലോ റബ്ബേ. എനിക്ക് മാത്രം എന്താണ് റബ്ബേ ഇങ്ങനെ? നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഇതാണ്. നമ്മളെപ്പോഴും പരിതപിക്കുന്നതും ഇതാണ്. വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനും സാമ്പത്തികമായി മെച്ചപ്പെടാനും സമ്പത്ത് വർദ്ധിക്കുവാനും ഐശ്വര്യം കൂടാനും ആവശ്യങ്ങൾ നിറവേറാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അമൽ ചെയ്യുക. ഞാൻ ഈ അമൽ കണ്ടത് ഞാൻ വേറൊരു ചാനലിൽ നിന്നാണ്. ആ ചാനലിൽ എല്ലാവരും അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാം സഫലമായെന്നും പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുന്നത് കണ്ട് അത് അനുസരിച്ച് ഞാനും അത് ശ്രമിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ കിട്ടട്ടെന്നും പറഞ്ഞ് ഞാനും എൻ്റെ ചാനലിൽ ഇടുകയാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കുക, അള്ളാഹു അത് കബൂലാക്കി തരും. നമ്മൾ നിത്യമായി യാസീൻ ഓതുന്നവരാണെങ്കിൽ ഈ രൂപത്തിൽ യാസീൻ ഓതുക. നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതി യാസീൻ ഓതുക. ഏത് സമയത്തും നമുക്ക് യാസീൻ ഓതാവുന്നതാണ്. രാത്രി അല്ലെങ്കിൽ പകൽ, ഏത് സമയത്തും ആകാം. സൗകര്യം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓതുക. 7 മുബീൻ ഉൾക്കൊള്ളുന്നതാണ് യാസീൻ സൂറത്ത്. ഓരോ മുബീൻ എത്തിയാലും അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങൾ, അസ്മായിൽ ഹുസ്നയിലെ 2 നാമങ്ങൾ ഉണ്ട്. ആ നാമങ്ങൾ ഓരോ മുബീൻ എത്തിക്കഴിഞ്ഞാലും ചെല്ലുക. അങ്ങനെ യാസീൻ കംപ്ലീറ്റ് ആക്കുക, ദുആ ചെയ്യുക. അസ്മായിൽ ഹുസ്നയിലെ 2 അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളാണ് യാ ഫത്താഹ്, യാ റസാഖ്. ഓരോ നാമത്തിനും പ്രത്യേകമായ കരുത്തും അർത്ഥവും ഉണ്ട്. യാ ഫത്താഹ്, വഴികൾ തുറക്കുന്നവൻ, അതായത് നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരുന്നവൻ, ഹൃദയങ്ങൾക്ക് വെളിച്ചം പകരുന്നവൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ജീവിതത്തിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ, അവസരക്കുറവുകൾ, പരീക്ഷകൾ, ബന്ധങ്ങളിലെ വിഷമങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, വ്യാപാരം നിലനിൽക്കാൻ എന്നിവയുണ്ട് യാ ഫത്താഹ് കൂടുതൽ ചൊല്ലുക. അല്ലാഹു തആല പുതിയ വഴികൾ തുറക്കപ്പെടും. നമ്മുടെ മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ആ വഴികളെല്ലാം തുറക്കപ്പെടും. രണ്ടാമത്തേതാണ് യാ റസാഖ്, അളവില്ലാതെ വരുമാനം നൽകുന്നവൻ, ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ, തടസ്സപ്പെട്ട റിസ്ക് തുറന്നു തരുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്നു. നമുക്ക് വരുമാനക്കുറവ്, കടം, ജോലി കിട്ടുന്നില്ല, വ്യാപാരം മുന്നോട്ട് പോകുന്നില്ല, കുടുംബ ചുമതലകൾ നിറവേറ്റാൻ, വിഷമങ്ങൾ, എല്ലാത്തിനും ഈ നാമം വലിയ ഉപകാരപ്രദമാണ്. വീട്ടിലെ സമാധാനത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും ഈ യാ റസാഖ് ചൊല്ലുന്നത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. യാസീൻ്റെ ഓരോ മുബീൻ എത്തുമ്പോഴും യാ റസാഖ്, യാ ഫത്താഹ് എന്ന് 70 പ്രാവശ്യം ചൊല്ലി നമ്മുടെ എന്താണോ ആവശ്യങ്ങൾ, എന്താണോ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു അത് സഫലമാക്കി തരിക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ മനസ്സിലെ നിശ്ചയത്തോടു കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. തുറന്ന മനസ്സിൽ ദുആ ചെയ്യുക. യാ ഫത്താഹ്, എൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വഴികൾ തുറക്കണമേ അല്ലാഹ്. യാ റസാഖ്, ഹലാലും അനുഗ്രഹവുമായ റിസ്ക് വർദ്ധിപ്പിക്കണമേ, വരുമാനം വർദ്ധിപ്പിക്കണമേ യാ അല്ലാഹ്. എല്ലാവരും ചെയ്ത് നോക്ക്, ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ആഗ്രഹം, ഹലാലായ ഏത് ആഗ്രഹവും സഫലമാക്കുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് വീഡിയോ പോവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റും.